നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണം. ആ ആക്രമണം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിക്കുമെന്നാണ്. പക്ഷേ യുദ്ധം നീണ്ടുപോയി. ഇറാൻ വളരെ ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരെയും അമേരിക്കയ്ക്ക് നേരെയും നടത്തിയത്. ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ പോലും തകർക്കുന്ന തരത്തിൽ ടെൽ അവീവിൽ അവരുടെ ക്ലസ്റ്റർ ബോംബിംഗ് നടന്നു. ഡ്രോൺ വഴിയുള്ള ആക്രമണങ്ങൾ അനേകം നടന്നു. നിരവധിയായിട്ടുള്ള പരിക്കുകളാണ് ഇസ്രായേലിൻ്റെ പല ഭാഗത്തുള്ള ജനതയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. പലരും ബങ്കറുകളിൽ പേടിച്ച് ഭയന്നരണ്ട് കഴിയേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. ഇസ്രായേൽ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് പരിക്കേറ്റുകയും വലിയ യുദ്ധാഘാതങ്ങൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഇസ്രായേൽ ഈ വിവരങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ പുറത്തു വിട്ടിട്ടില്ല എന്നതൊഴിച്ചാൽ ഇറാൻ വളരെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ഒരു കാലത്ത് സുരക്ഷയ്ക്ക് ഏറ്റവും പേര് കേട്ടിരുന്ന അയൺ ഡോമിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അപ്പാടെ ഇറാൻ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം എന്ന് പറയുന്നത് ദിമോണയ്ക്കെതിരെ നടത്തിയ ആക്രമണമാണ്. ഇറാൻ്റെ ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിന് തൊട്ടടുത്തായി ഈ ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യ കൂടി ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ വംശജരായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. അവരുടെ വലിയ സ്നേഹബന്ധമാണ് ഇപ്പോഴും അവർ ഇന്ത്യക്കാരോടൊപ്പം നിലനിർത്തുന്നത്. കാരണം ഇസ്രായേൽ ലോകത്തിൽ ഒറ്റപ്പെട്ടിരുന്നപ്പോൾ ഇന്ത്യ മാത്രമാണ് ആ ജൂതന്മാർക്ക് സംരക്ഷണം നൽകിയിരുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ എല്ലാ കാലത്തും ഇന്ത്യയോടൊപ്പം നിന്നിരുന്ന ഒരു രാജ്യം തന്നെയാണ്. ആ തരത്തിൽ ഇന്ത്യക്ക് വലിയ കടപ്പാട് ഇസ്രായേലിനോടുണ്ട്. ഇസ്രായേലിനോട് എല്ലാ സമയത്തും അവരെ ലോകം ഒറ്റപ്പെടുത്തുന്ന സമയങ്ങളിലൊക്കെയും ഇസ്രായേലിന് താങ്ങും തണലും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യ. പക്ഷേ ഇപ്പോൾ ഈ രണ്ടു ഭാഗത്തും ഇന്ത്യക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഈ യുദ്ധം വഴിമാറിപ്പോയിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ത്യ നിഷ്പക്ഷമായൊരു നിലപാടാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ യുദ്ധം പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിന് നേരെ വളരെ കനത്ത രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുണ്ടായത്. പക്ഷേ ഈ ആക്രമണത്തിൻ്റെയൊക്കെ പ്രത്യാഘാതം ചെന്ന് വീഴുന്നത് ലോക പോലീസ് എന്ന അമേരിക്കയിലേക്കാണ്. അതായത് അമേരിക്ക അഹങ്കരിച്ചിരുന്ന ഒരു കാര്യവും നടപ്പിൽ വരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളിലേക്കും വലിയ രീതിയിലുള്ള കനത്ത ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ചും കുവൈറ്റിലെ അൽ സലാം എയർപോർട്ടിലും അതോടൊപ്പം തന്നെ അൽ ദഫ്ര, അൽ മിൻഹാദ് തുടങ്ങിയ സൈനിക താവളങ്ങളിലേക്കും, UAE-യിലാണ് അൽ മിൻഹാദും അൽ ദഫ്രയും, ഈ മേഖലയിലേക്കും ഇറാൻ നടത്തിയ ആക്രമണം വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ്. ട്രംപിനെ വളരെയധികം ഞെട്ടിപ്പിക്കുവാൻ പോലും കരുത്തുള്ള തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ്. ആ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതവും പ്രതിധ്വനി എന്ന തരത്തിലാണ് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ഒക്കെ ഇറാന് നേരെ നടത്തുന്ന ആക്രമണം നിർത്തിവെക്കുവാൻ വേണ്ടി ഏകപക്ഷീയമായി വെടിനിർത്തൽ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയതോടെ ട്രംപ് വളരെ രഹസ്യമായി, വളരെ തന്ത്രപരമായിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് ഇറാനുമായിട്ട് തങ്ങളൊരു ഒത്തുതീർപ്പ് ചർച്ച നടത്തി, ചർച്ചയുടെ പരിസമാപ്തിയാണ് ഈ വെടിനിർത്തൽ എന്ന്. എന്നാൽ ഇറാൻ ഈ വിഷയം നിഷേധിച്ചു എന്നത് മാത്രമല്ല, അത്തരത്തിൽ ഒരു ചർച്ചകളും നടന്നിട്ടില്ല. ഇനി എപ്പോഴൊക്കെ അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തുന്നു, ഇസ്രായേൽ അത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നു, വളരെ ശക്തമായ രീതിയിൽ തന്നെ അമേരിക്കയും ഇസ്രായേലിനെയും ആക്രമിക്കും എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആക്രമണം വലിയ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇറാൻ ഇതിനകത്ത് വിജയിക്കും എന്നൊന്നുമില്ല, പക്ഷേ വലിയ കനത്ത ആഘാതം അമേരിക്കയ്ക്ക് നേരെ നടത്തുവാനുള്ള ഒരു കരുത്ത് ഇറാൻ ഉണ്ട് എന്നവർ ബോധ്യമാക്കി കഴിഞ്ഞു. അമേരിക്കയും ഇസ്രായേലും പോലുള്ള ശക്തികൾ തീർച്ചയായിട്ടും ഇറാന് നേരെയും ആക്രമണം നടത്തും. ഈ യുദ്ധത്തിൽ ആരുടെയെങ്കിലും പക്ഷത്ത് ന്യായമുണ്ടെങ്കിൽ അത് ഇസ്രായേലിൻ്റെ പക്ഷത്ത് മാത്രമാണ്. ഇസ്രായേലിനെതിരെ വളരെ ശക്തമായ രീതിയിലൊരു ആക്രമണം നടത്തുകയും 2047 ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിക്കളയും എന്ന് ഭീഷണിപ്പെടുത്തിയ രാജ്യമാണ് ഇറാൻ. അതിനുവേണ്ടി ഡൂംസ് ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആസൂത്രണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇറാൻ ഈ രീതിയിലുള്ള അണ്വായുധങ്ങൾ ശേഖരിച്ചതും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയതും ഈ ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇസ്രായേലിനെ തകർക്കുക. വളരെ അന്ധമായ ജൂതവിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തത്. തീർച്ചയായിട്ടും ഇസ്രായേലിന് അതിനൊരു മറുപടി കൊടുക്കേണ്ടത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ രീതിയിൽ ആക്രമണം നടത്തിയത്.
പക്ഷേ ഇറാന് ഇത്രയധികം ആയുധങ്ങൾ ഉണ്ടാകും എന്ന് അമേരിക്കയും ഇസ്രായേലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. കാരണം ഡീഗോ ഗാർഷ്യ വരുന്നത് ഏകദേശം 4000 കിലോമീറ്റർ അപ്പുറത്താണ് ഇറാനിൽ നിന്ന്. അത്ര വലിയ ദീർഘദൂരത്തിലുള്ള ഇൻ്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകൾ ഇറാൻ്റെ പക്ഷത്തുണ്ടെന്ന് ആർക്കും തന്നെ ഒരു ബോധ്യമുണ്ടായിരുന്നില്ല. ഒരു തരത്തിലുള്ള ഐഡിയയും അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നപ്പോഴാണ് ഇറാൻ എത്രത്തോളം സൈനികമായി ശക്തമാണ് എന്ന് ലോകത്തിന് തന്നെ തിരിച്ചറിഞ്ഞത്. എന്തുതന്നെയായാലും യുദ്ധം മറ്റൊരു ദിശയിലേക്ക് പോകുകയാണ്. യുദ്ധം ഉടൻ തന്നെ ഒരു സമാധാനപരമായ അന്ത്യത്തിലേക്ക് എത്തും എന്ന് തന്നെ കണക്കുകൂട്ടുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.